ഫിനാലെ എന്നവരുടെ സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ്. നീണ്ട 100 ദിവസത്തെ കാത്തിരിപ്പ്. എത്ര പേര് 26 പേരിൽ നിന്നും 5 പേരായി കുറഞ്ഞു. ഈ 5 പേരിൽ ആരാണ് വിജയകിരീടം ചൂടാൻ പോകുന്നത്? അതാരും ആയിക്കോട്ടെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 5 പേരും വിന്നേഴ്സ് തന്നെയാണ്. 26 പേരിൽ 5 പേരായി മാറുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമല്ലേ? അപ്പോൾ ഫിനാലെ എന്ന് പറയുന്ന അവരുടെ സ്വപ്നത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഈ ഫിനാലയിലേക്ക് എത്തിയ 5 പേരും വിന്നേഴ്സ് തന്നെയാണ്. വെയിലും മഴയും ഇടിയും വഴുക്കും കുത്തും ഇതൊക്കെ കണ്ട് മൊത്തത്തിൽ എല്ലാവരും ഡാമേജ് ആയിരിക്കുകയാണ്. എന്നാൽ ഫിനാലയിലേക്ക് എത്തും സുന്ദരി സുന്ദരന്മാരായിട്ടൊക്കെ നിൽക്കണ്ടേ? അതിനുവേണ്ടി ഇതാ ബിഗ് ബോസ് ബ്യൂട്ടി സലൂൺ തന്നെ ആക്ടിവിറ്റി ഏരിയയിൽ ഒരുക്കിയിരിക്കുകയാണ് കേട്ടോ. സാധാരണ അവിടെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇതാ ഇപ്പോൾ സലൂൺ തന്നെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഫേഷ്യൽ ഉണ്ട്, ഹെയർ കട്ടിങ് ഉണ്ട്, പെഡിക്യൂർ ഉണ്ട്, മാനിക്യൂർ ഉണ്ട്, അത് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവർ വെയിലും മഴയൊക്കെ കൊണ്ട് ആകെ ഡാമേജ് ആയിരിക്കും എല്ലാവരുടെ ഹെയറും സ്കിന്നും ഒക്കെ ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ അക്ബർ പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസെ മുടിയൊക്കെ വളർന്നു കേട്ടോ, മുടിയൊക്കെ വെട്ടണം എന്ന്. ബിഗ് ബോസ് ഒരു സലൂൺ തന്നെ ഒരുക്കി കൊടുക്കുന്നു ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ല. അല്പസമയം മുമ്പാണ് ഇവരുടെ 5 പേരോടും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറഞ്ഞത്. അവിടെ എത്തിയപ്പോൾ ദാ ഒരു സലൂൺ തന്നെ ഉണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ അനുമോള് പറയുന്നുണ്ട്, അയ്യോ എനിക്കൊന്നും വേണ്ട. പിന്നെ നിവിനാണെങ്കിൽ വാവ്, ഒരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഈ മൊമെന്റ്സ് ഒക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് നിവിൻ വരുന്നത്. നിവിനാണെങ്കിൽ ഹെയർ സ്റ്റൈലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ പെഡിക്യൂർ ഉണ്ട്, മാനിക്യൂർ ഉണ്ട്, ഇതൊക്കെ ഒരു പുറത്ത് പോയിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ടാസ്ക് ഒക്കെ കളിച്ച് കയ്യും കാലൊക്കെ ഒരുമാതിരിയായി. പക്ഷേ ബിഗ് ബോസ് അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ സീസണിലും ഇങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ടെലികാസ്റ്റ് ചെയ്യാറില്ല, ലൈവിൽ അത് കാണാറില്ല നമ്മൾ. ഇതിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്, ഡ്രസ്സ് പിന്നെ പ്രാക്ടീസും കാര്യങ്ങളും ഡാൻസിൻ്റെ ഒക്കെ. പക്ഷേ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നാളെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡാൻസൊക്കെ ഉണ്ടാവും. പിന്നെ അളവെടുത്ത് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കും. അവർക്ക് നാളെ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കും. നാളെ രാവിലെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് രാവിലെ വീട്ടിലേക്ക് വരുമായിരിക്കും ഇവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണല്ലോ കഴിഞ്ഞ വർഷം സൈനോരെ അങ്ങനെ ആരൊക്കെയോ തോന്നുന്നു വന്നത്. അങ്ങനെ ഓരോരുത്തർ വരും. രാവിലെ പാട്ട്, ബിഗ് ബോസിൻ്റെ പാട്ടായിരിക്കില്ല, ഇവർ പാട്ട് പാടിക്കൊണ്ട് അകത്തേക്ക് വരുന്നതായിരിക്കും ഉണ്ടാവുക. ലാലേട്ടൻ വരുമ്പോൾ വൈകിട്ടായിരിക്കും നമുക്ക് കാണുന്നത്. രാവിലെ മുൻ മത്സരാർത്ഥികളുടെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാകും. സ്കിറ്റൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല. മുമ്പ് കഴിഞ്ഞ സീസണിലുള്ളവരുടെയൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഷൂട്ട് തുടങ്ങും. സീസൺ 7 ഇതോടുകൂടി അവസാനിക്കുകയാണ്. അത് അടുത്ത സീസൺ അടുത്ത് തന്നെ ഉണ്ടാവുമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അധികം ലേറ്റ് ആവാനുള്ള സാധ്യതയില്ല. വരുന്ന വർഷത്തിന് തുടക്കം തന്നെ ഉണ്ടാവുമായിരിക്കാം, മുമ്പൊക്കെ ഉണ്ടായിരുന്ന പോലെ. ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്ക് കാല് കുത്തിയ 26 പേരുടെ ആഗ്രഹമായിരിക്കും ഫിനാലയിലേക്ക് എത്തുക എന്നുള്ളത്. എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ഉണ്ടാവണമെന്നില്ലല്ലോ എന്ന് കരുതി ഈ 26 പേരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിജയികൾ തന്നെയാണ് അവിടെ എത്തിയപ്പോൾ തന്നെ. എന്നാൽ 26-ൽ 5 ആകുക എന്നുള്ളത് പറയുന്നത് മഹാഭാഗ്യം തന്നെയാണ്. ആരായിരിക്കും വിജയകിരീടം ചൂട്? കാത്തിരുന്ന് തന്നെ കാണാം.